Hello guys, I am Lesita here. Welcome back to the YouTube channel of True Way International. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് Apostille Attestation. മിക്ക ആളുകളും യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ UK, USA, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും Apostille Attestation അല്ലേ? മിക്ക ആളുകൾക്കും ഒരു അൺഅവയർനെസ് ഉണ്ട്. അതായത് ഈ വേർഡ് എന്താണ്, ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്, ഇതൊന്നും മിക്ക ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറേ മിസ്പ്രൊനൗൺസിയേഷനും മിസ്സ്പെല്ലിങ്ങും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ടേമിൻ്റെ സ്പെല്ലിംഗ് APOSTILLE. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അപ്പോസ്റ്റൽ എന്നാണ്. മിക്ക ആളുകളും അപ്പോസ്തിലെ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എന്താണ്, അത് ആരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ, എവിടെ നിന്ന് നമുക്കത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എംബസി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാമ്പിംഗ് അല്ല. അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. ഏതൊരു അപ്പോസ്റ്റൽ കൺട്രിക്കും അവരുടെ ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന സ്റ്റാമ്പിങ്ങിനെയാണ് നമ്മൾ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഒരു അപ്പോസ്റ്റൽ കൺട്രി അല്ലേ? അതിന് പിന്നിലൊരു ഈവൻ്റ് ഉണ്ട്, ഒരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്. ഒരുപാട് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അതിനൊന്ന് പ്രിസൈസ് ആയിട്ട് പറയാം. അതായത് 1960 ഹേഗ് എന്ന് പറയുന്നത് നെതർലാൻഡ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഏകദേശം 160+ കൺട്രീസ് ചേർന്ന് ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചു. ആ ഒരു കോൺഫറൻസിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ 160 രാജ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ അവസാനം അവരൊരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റിയിൽ ഈ 160 രാജ്യങ്ങളും സൈൻ ചെയ്തു. അപ്പോൾ ആ ട്രീറ്റിയിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും ഈ ഒരു വീഡിയോ നമുക്ക് ഇനഫ് ആവില്ല. അതിൽ അപ്പോസ്റ്റൽ എന്നുള്ള ഒരു ടേമിനെ കുറിച്ച് മാത്രം പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റി പ്രകാരം അവർ പറഞ്ഞത്, ഈ 160 രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതായത് ഈ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്ന സിറ്റിസൻസിന് എംബസി അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല. പകരം അവർക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്പോസ്റ്റൽ എന്നൊരു സ്റ്റാമ്പിംഗ് മാത്രം മതി. ഇതായിരുന്നു ആ ട്രീറ്റിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ. സോ അങ്ങനെയാണ് ഈ രാജ്യങ്ങളെല്ലാം, ഈ 160+ കൺട്രീസിനെല്ലാം അപ്പോസ്റ്റൽ കൺട്രീസ് എന്നും അവരുടെ അറ്റസ്റ്റേഷന് അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എന്നും പിന്നീട് ആളുകൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ 160 രാജ്യങ്ങളും നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസാണ്. ഇന്ത്യ ഉണ്ട്, അമേരിക്ക, US, പിന്നെ UK, കാനഡ, നെതർലാൻഡ്സ്. ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം അപ്പോസ്റ്റൽ കൺട്രീസാണ്. പിന്നെ മിക്ക ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഒമാനിലേക്ക് പോകുന്നൊരു അപ്പോസ്റ്റൽ ചെയ്താൽ മതിയോ, ഇനി മലേഷ്യയിലേക്ക് പോകുന്നൊരു അപ്പോസ്റ്റലാണോ ചെയ്യേണ്ടത്, അതുപോലെ വിയറ്റ്നാം, ഇറ്റലി, ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു അപ്പോസ്റ്റലാണോ എംബസി അറ്റസ്റ്റേഷൻ ആണോ ചെയ്യേണ്ടത് എന്ന് മിക്ക ആളുകൾക്കും ഡൗട്ടുണ്ട്. ഒരുപാട് പേര് ഡൗട്ട്സ് നമ്മളോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒമാനിന് ഒരു എംബസി ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒമാനിലേക്ക് പോകുന്ന ആളുകളുടെ എഡ്യൂക്കേഷണൽ ആൻഡ് നോൺ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സിൽ അപ്പോസ്റ്റൽ ചെയ്ത് കഴിഞ്ഞാൽ ഒമാൻ എന്നൊരു രാജ്യം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് ഒമാനിൻ്റെ കോൺസുലേറ്റിൽ, അതായത് കോൺസുലേറ്റ് ഓഫ് ഒമാൻ വഴി നമ്മൾ ചെയ്തെടുക്കുന്നത്. സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്നതിനെ പറയും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് ചെയ്തെടുക്കുന്നത്. ബാക്കി ഇപ്പോൾ ഇറ്റലി പോലൊരു രാജ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിക്ക് ഒരു എംബസി ഉണ്ട്, വിയറ്റ്നാമിന് എംബസി ഉണ്ട്, അതുപോലെ മലേഷ്യയ്ക്ക് എംബസി ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം എംബസി ഉള്ളതുകൊണ്ട് നമ്മൾ എംബസി ത്രൂ അറ്റസ്റ്റേഷൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മിക്ക ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഞാൻ ഇൻ കേസ് അപ്പോസ്റ്റൽ ചെയ്തു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഈ രാജ്യത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അപ്പോസ്റ്റൽ ചെയ്താലും നിങ്ങൾ വീണ്ടും എംബസിയുടെ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടി വരും. കാരണം അപ്പോസ്റ്റൽ മാത്രമുള്ള ഒരു ഡോക്യുമെൻറ്റ് ഈ രാജ്യങ്ങൾ, അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഈ രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് അവർക്ക് എല്ലാവർക്കും ഡൽഹിയിൽ എംബസി ഉണ്ട്. അതുകൊണ്ട് എംബസി അറ്റസ്റ്റേഷൻ ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി ആരാണ് ഏറ്റവും കൂടുതൽ അപ്പോസ്റ്റൽ എന്നൊരു അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്? ഒരു വൈഡ് സ്കെയിലിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ കൺട്രീസിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളായിരിക്കും ഈ ഒരു അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇപ്പം
SSLC +2 ഒക്കെ നാട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിഗ്രി ഇപ്പം വേറൊരു UK-ലോ അല്ലെങ്കിൽ USA-ലോ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ SSLC +2 ഡോക്യുമെൻറ്റ്സ് അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് വേണം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ ഡിഗ്രിയും നാട്ടിൽ പഠിച്ചു, ഇന്ത്യയിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അലോങ് വിത്ത് SSLC ആൻഡ് +2 ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടി അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിസിലായിരിക്കും അവർ ഡോക്യുമെൻറ്റ്സിൻ്റെ അറ്റസ്റ്റേഷൻ ആവശ്യപ്പെടുന്നത്. ചില കേസിൽ കാൻഡിഡേറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് ചോദിക്കാറുണ്ട്, PCC ചോദിക്കാറുണ്ട്, പിന്നെ മാർക്ക് ഷീറ്റ്, എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതെല്ലാം അവരുടെ റിക്വയർമെൻറ്റ്സിൻ്റെ ഭാഗമാണ്. ഇനി മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ് എല്ലാം നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനോടൊപ്പം വാലിഡിറ്റി അല്ലെങ്കിൽ വാല്യൂ ഉള്ളതാണ്. അതും കൂടി നിങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ പർപ്പസിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. ഇനി വർക്ക് പർപ്പസിന് വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രീസിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവർ അവരുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എന്ത് ക്വാളിഫിക്കേഷൻ ബേസിസിലാണോ ഞാൻ വേറൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, ആ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്പോസ്റ്റൽ ചെയ്യണം. ഓക്കെ. പിന്നെ സ്പൗസിനെ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളവർ, ദാറ്റ് ഈസ് ഇപ്പം വൈഫ് നാട്ടിലുണ്ട്, വൈഫിനെയും കൂടി കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുട്ടികൾ നാട്ടിലുണ്ട്, കുട്ടികളെയും കൂടി കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയുള്ള കേസിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റേഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിലാണ് നമുക്ക് അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ്റെ നീഡ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൊസീജിയറും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോസ്റ്റൽ ഞാൻ ആദ്യമേ പറഞ്ഞു എംബസി അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് പ്രൊസീജിയർ എന്നുള്ളത് സ്റ്റേറ്റ് HRD അറ്റസ്റ്റേഷൻ ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ. HRD ഒരുപാട് കൺട്രീസ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല, ബിക്കോസ് യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെ HRD വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ചില കൺട്രീസ് അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ HRD ചെയ്തിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും SDM ചെയ്യാം, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അറ്റസ്റ്റേഷൻ. ആഫ്റ്റർ ദാറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്പോസ്റ്റൽ ചെയ്യാം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോസ്റ്റൽ എന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവരുത് അപ്പോസ്റ്റൽ ആണോ വേറെ ഏതെങ്കിലും എംബസി ആണോ ചെയ്യേണ്ടതെന്ന്. ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒത്തിരി നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഫർദർ ഡൗട്ട്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ട്രൂവ് ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും ബെല്ലൈക്കൺ കൂടി ടാപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സീരീസിൽ കാണാം. Until then, stay tuned. It's me, Lasida, signing off. Thank you for watching.